അപ്പോൾ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന വളരെ കുറച്ച് കാര്യങ്ങളാണ്. തേനീച്ച വളർത്തൽ ലാഭകരമാണ്, പക്ഷേ തേൻ ഉൽപാദനം ലാഭകരമല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. എല്ലാ വർഷവും നമുക്ക് ഒരുപോലെ തേൻ കിട്ടുകയില്ല, അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ചില വർഷങ്ങളിൽ നമ്മൾ മുടക്കുന്ന, അതായത് ഒരു കോളനി ഒരു വർഷം പരിചരിക്കാൻ തീറ്റ ചെലവായിട്ട് തന്നെ 600 രൂപ മുകളിൽ വേണം. അപ്പം നാട്ടിൻപുറത്തൊക്കെ കൃഷി ചെയ്യുന്നവർ പലരും 350 രൂപയ്ക്കൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പൊ അവരുടെ അധ്വാനത്തിന് ഒരു വിലയില്ലാത്ത രീതിയിലായിരിക്കും പോകുന്നത്. ഇവിടെയൊക്കെ ആകുമ്പോഴത്തേനും 1 കിലോ കഷ്ടിച്ച് പോലും കിട്ടാറില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിനകത്തുനിന്ന് ഒരു വരുമാനം കിട്ടണമെങ്കിൽ തേൻ ഉൽപാദനം മാത്രം നോക്കി ഒരിക്കലും തേനീച്ച വളർത്തലിലേക്ക് ഇറങ്ങരുത്. അതാണ് ഒന്നാമത്തെ കേസ്. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ തേനീച്ച വളർത്തൽ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. കാരണം തേനീച്ച ഉണ്ടെങ്കിൽ മാത്രമേ പല പല കൃഷികൾ ഉണ്ടാവുള്ളൂ. എല്ലാ കർഷകരും നിങ്ങൾ എന്ത് കൃഷി ചെയ്യുവാണെങ്കിലും തേനീച്ച ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പരാഗണം, തെങ്ങ് കൃഷി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഉൽപാദനം കൂടും, നല്ല രീതിയിലുള്ള പരാഗണം നടക്കും. പിന്നെ നിങ്ങൾക്കൊരു റിലാക്സേഷൻ ആണ് തേനീച്ച പരിചരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യവും ആണ് പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത്. അപ്പം ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തേനീച്ച വളർത്തൽ ലാഭമല്ല എന്നല്ല. തേനീച്ച വഴി കിട്ടുന്ന തേൻ ഉൽപ്പാദിപ്പിച്ച് അത് വെച്ച് നിങ്ങൾക്കൊരു ലാഭം ഉണ്ടാക്കാന്ന് ഓർത്ത് ഒരിക്കലും തേനീച്ച കൃഷിയിലേക്ക് ഇറങ്ങരുത്. പിന്നെ തേനീച്ച വളർത്തുക, എല്ലാവരും തേനീച്ച വളർത്താൻ ശ്രമിക്കുക. കാരണം തേനീച്ച വളർത്തുന്നത് നമുക്കൊരു റിലാക്സേഷൻ ആണ്. പ്രായമായവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിൽ റിലാക്സേഷൻ ആണ്. നമുക്ക് വരുമാനം ഉണ്ടാവും. കാരണം വരുമാനം തേനിൽ നിന്നായിരിക്കുകയല്ലേ നമുക്ക് വരുമാനം കൂടുതലും കിട്ടുന്നത്. നമുക്ക് കോളനികളെ വേറെ ആൾക്ക് വേണ്ടി സർവീസ് ചെയ്ത് കൊടുക്കുമ്പോൾ, അതായത് വേറെ ആളുടെ കോളനി ഡിവിഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ, കോളനികൾ പിടിച്ചു കൊടുക്കുമ്പോൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ വരുമാനം വരുന്നത്. പിന്നെ കോളനി നമ്മൾ സ്വന്തമായിട്ട് പെട്ടികളൊക്കെ മേടിച്ചിട്ട്, അല്ല പഴയ പെട്ടി മേടിക്കുകയോ പുതിയ പെട്ടിയൊക്കെ മേടിച്ചിട്ട് അത് ഡിവിഷൻ ചെയ്ത് വേറൊരു കർഷകർക്ക് കൊടുക്കാൻ പറ്റണം. അങ്ങനെ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ തേനീച്ച വളർത്തൽ മുന്നോട്ട് പോവുകയുള്ളൂ. തേൻ ഉദ്ദേശിച്ച് ഒരിക്കലും ആരും തേനീച്ച കൃഷിയിലേക്ക് ഇറങ്ങരുത്. അത് ഞാൻ ഇപ്പോഴും പറയുക. തേൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. കാലാവസ്ഥ, പിന്നെ തേനീച്ചയുടെ വളർച്ച, ഇതെല്ലാം എല്ലാ കാര്യങ്ങളും നോക്കിയ ശേഷമാണ് അതിനകത്ത് നിന്ന് നമുക്ക് തേൻ കിട്ടുന്നത്. അപ്പം എവിടെയെങ്കിലും നിങ്ങൾ 20 കിലോ തേൻ ഒരു പെട്ടിയിൽ നിന്ന് കിട്ടുമ്പോൾ കണക്ക് കൂട്ടുക. 100 പെട്ടി ഉണ്ടെങ്കിൽ എത്ര കിലോ കിട്ടി? 2000 കിലോ തേൻ കിട്ടി. 100 പെട്ടി ഉണ്ടെങ്കിൽ 2000 കിലോ തേൻ, ഇല്ലെങ്കിൽ 1000 കിലോ തേൻ. 1000 കിലോ തേന് 200 രൂപയ്ക്ക് കൊടുത്താൽ തന്നെ 2 ലക്ഷം രൂപ വരുമാനം. അങ്ങനെയുള്ള പരസ്യങ്ങളിലോ ഒന്നും പോയി വീഴരുത്. അപ്പം അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വർഷം ചിലപ്പോൾ അവർക്ക് കിട്ടിയ കണക്കായിരിക്കും പറയുന്നത്, ഇല്ലെങ്കിൽ അവരൊരു എന്തെങ്കിലും ഒരു കണക്കായിരിക്കും ഒന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കണക്കുകൾ കണ്ടുകൊണ്ട് ഒരിക്കലും തേനീച്ച വളർത്തലിലേക്ക് ഇറങ്ങരുത്. അങ്ങനെ തേനീച്ച വളർത്തലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ താല്പര്യം വരെ നഷ്ടപ്പെട്ടു പോകും. പിന്നെ അവരുടെ മനസ്സ് മടുക്കും. കാരണം ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് മുടക്കിയതിന്റെ 10-1 പോലും കിട്ടാത്ത അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അതുകൊണ്ട് ഇങ്ങനെയുള്ള പരസ്യങ്ങളിലൊന്നും പോയി വീഴരുത്. തേനീച്ച എല്ലാവരും വളർത്തുക, തേൻ ഉദ്ദേശിച്ച് ചെയ്യാതിരിക്കുക. പരാഗണത്തിനും കോളനി വിൽപ്പനയ്ക്കുമായിട്ട് അങ്ങനെ തേനീച്ച വളർത്തുക. തേനീച്ചകളില്ലാതെ ഈ ലോകം മുന്നോട്ട് പോകാൻ പറ്റിയല്ല. കാരണം പരാഗണത്തിന് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഘടകമാണ് തേനീച്ച. അതുകൊണ്ട് എല്ലാവരും തേനീച്ചയെ വളർത്താൻ ശ്രമിക്കുക. തേനിന് വേണ്ടിയല്ല. തേനീച്ച വളർത്തുക, തേനിന് വേണ്ടിയല്ല. ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ വെറുതെ സങ്കടപ്പെടേണ്ടി വരും. പിന്നെ ലോൺ എടുത്തൊന്നും മേടിക്കാതിരിക്കുക. ചെറിയ രീതിയിൽ തുടങ്ങുക. എവിടെയെങ്കിലും ആരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് അങ്ങനെ ഒന്നും പോവരുത്. നിങ്ങൾക്ക് തന്നെ ഒരു 1-2 കോളനി മേടിച്ച് അത് പരിചരിച്ച് പഠിച്ച ശേഷം കൂടുതൽ കോളനികൾ പിരിച്ചാക്കുക. അല്ലെങ്കിൽ ഒരു 2 മേടിച്ചിട്ട് 10 ആക്കുക. 10 ഒരു വർഷം വളർത്തിയ ശേഷം 20 ആക്കുക. അങ്ങനെ ചെയ്യാവുള്ളൂ. അല്ലാതെ പെട്ടെന്ന് കൂടുതൽ കോളനി ഉണ്ടാക്കി അതിനകത്തുനിന്ന് തേൻ വിറ്റ് ലാഭം ഉണ്ടാക്കാന്നൊക്കെ ഉള്ള ചിന്തയൊക്കെ മാറ്റുക. എല്ലാവരും തേനീച്ച വളർത്തുക.